ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ അരീക്കാട് സ്വദേശികളായിട്ടുള്ള നിസാർ ജസ്ന ദമ്പതിമാരുടെ വീടാണിത്. 18 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാലിഹ് താനൂരാണ്. അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വീട്ടിലേക്ക് കടന്നു വരുന്ന വഴിയാണ് ഇപ്പോൾ കണ്ടത്. അവിടെ കടപ്പ സ്റ്റോൺ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് പ്ലാന്റ്സ് വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് പോർഷൻ ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഭാഗത്തേക്ക് ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ പ്ലാന്റ്സുകൾ ഇവിടെ ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു കോർണർ വരുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ. ഇവിടെ ടെക്സ്ചർ പെയിൻറ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ്ങിൽ നിന്നുള്ളൊരു ഭാഗമാണ്. പിന്നെ ഇവിടെ സെൻറ്റർ പോർഷനിലായിട്ടാണ് പോർച്ച് വന്നിട്ടുള്ളത്. പോർച്ചിൻ്റെ മുകളിലായിട്ട് ഒരു ജിയയുടെ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെയിൽ വർക്ക് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തു കൂടി വരുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്ലാറ്റ് റൂഫും അതുപോലെ സ്ലോപ്പ് റൂഫും ചെയ്തിട്ടുണ്ട്. കൂടാതെ റെയിൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഷോ വാളുകൾ വരുന്നുണ്ട്. അതുപോലെ ടെക്സ്ചർ പെയിൻറ്റും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്കായിട്ട് ധാരാളം എക്സ് ലൈറ്റും അതുപോലെ സ്പോട്ട് ലൈറ്റുകളും വരുന്നുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ 2 സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ലപ്പോത്ര ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തിൽ വരുന്നൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഇവിടെ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ഷൂ റാക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ 2 വുഡൻ ചെയറുകൾ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്കായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. ഇനി നമുക്ക് മെയിൻ ഡോറ് നോക്കാം. ഡോറിന് മുകളിലായിട്ട് ഒരു കാലിഗ്രഫി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡോറ് വളരെ സിമ്പിളായിട്ട് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ലോക്ക് വരുന്നത് ഫിംഗർ ലോക്കാണ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. പിന്നെ ഈ വീടിൻ്റെ പ്ലാന് ഇവർ വരച്ചതുപോലെയല്ല ചെയ്തിട്ടുള്ളത്. ഒരുപാട് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും സൈസ് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഏകദേശം ഒരു 10x10 ആ ഒരു രീതിയിലാണ് ഈ ഒരു ലിവിങ് റൂം ചെയ്തിട്ടുള്ളത്. ഇത് ഡൈനിങ്ങിൽ നിന്ന് കാണുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു സോഫയ്ക്കും ഫ്ലോറിനും മാച്ച് ആയിട്ടുള്ളൊരു ടീ ടേബിളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റെക്സിനയുടെ ഷീറ്റ് വരുന്ന കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ സീലിങ്ങുകളാണ് കേട്ടോ എല്ലാ ഭാഗത്തും വന്നിട്ടുള്ളത്. ഈ ഒരു റൂമിനോട് മാച്ചായിട്ട് സീബ്ര ബ്ലീൻസ് കർട്ടൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ബാക്കി ഭാഗത്തേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഇവിടെ പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആണ്. ഇനി നമ്മൾ നേരെ കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നമ്മൾ കടന്നു വരുമ്പം ഇവിടെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് സ്റ്റെയർ, ഡൈനിങ് ടേബിൾ എന്നിവ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ കാണുന്നത് കിച്ചൺ ആണ്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടാണ് 2 ബെഡ്റൂംസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഡൈനിങ് ഏരിയ പരിചയപ്പെടാം. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ഡൈനിങ്ങിൽ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു 4 സീറ്റർ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വാൾ ഡെക്കോർ കൊടുത്തിട്ടാണ്. ഇനി ഡൈനിങ് ടേബിൾ നോക്കാം. 8 കുഷ്യൻ ചെയറുകളോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത്
ആർട്ടിഫിഷ്യൽ മാർബിളാണ്. മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിന് താഴെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, അത് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയിലാണ് ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ഡിസൈനാണ്. താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് തന്നെ ഒരു ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മിററും ആ ഒരു ഗോൾഡിനോട് മാച്ച് ആയിട്ട് വരുന്ന റൗണ്ട് ഷേപ്പ് മിററാണ്. പിന്നെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമിൻ്റെ ഭാഗം നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കിച്ചൺ കാണാം. അപ്പോൾ റൂമിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, പാനൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാസേജിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഷെൽഫ് വരുന്നുണ്ട്, മുകളിലും അതുപോലെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബേബി ബോക്സ് ചെയ്തിട്ടുള്ളത്. റൂമിനൊക്കെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ്. അത്യാവശ്യ വലുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു റൂമാണിത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ ഗ്ലോസി ടൈപ്പ് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പുതുതായി വീട് വെക്കുന്നവർ ഈ ഒരു കളർ പാറ്റേൺ ഒക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കോട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലും ഷെൽഫ് വരുന്നുണ്ട്. ഈ ഒരു കോട്ടിൽ തന്നെയാണ് ഇവിടെ സ്വിച്ച് ബോർഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഹെഡ് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ട് വാൾ ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ടെക്സ്ചർ പെയിൻറ് വരുന്നത്. ഒരു യെല്ലോയിഷ് കളറാണ്. ഇവിടെ ബാത്റൂമിന് ഡോർ ചെയ്തിട്ടുള്ളത് ഫൈബർ ഡോറാണ്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാത്റൂമാണ്. ഇവിടെ ലൈറ്റ് സീലിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലേക്കായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കൺസീലർ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ടൈൽ കോമ്പിനേഷൻ കളർ നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ബെഡ്റൂം കാണാം. വളരെ സിമ്പിളായിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ മൊത്തത്തിൽ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബെഡ്റൂം ഒരു 10x10 സൈസിൽ വരുന്ന ബെഡ്റൂം ആയിരിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ റൂമിൻ്റെ സെറ്റാണ് കേട്ടോ തോന്നിക്കുന്നത്. ഇവിടെയും ഈ ഒരു ഹെഡ് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ ഒരു റൂമിന് സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഭാഗത്ത് പാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒരു സൈഡിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈല് ചെയ്തിട്ടുള്ളത് 2x4 ടൈലാണ്. വാളില് ഗ്ലോസി ആയിട്ടും താഴെ മാറ്റായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് കടക്കുന്ന ഭാഗത്ത് പാനലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ്.
ഇതിന് മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ വളരെ മനോഹരമായിട്ട് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് അക്രിലിക് ലാമിനേറ്റഡ് ആയിട്ടാണ്. ഒരു ലെങ്തി ആയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സീലിംഗ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ടോൾ യൂണിറ്റ് ആണ്. ഗ്ലാസിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തേക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 പേർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് വേണ്ടിയിട്ട് ഇവിടെ 2 ബാർ ചെയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലാണ് ഇവിടെ കബോർഡ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ഷെൽഫും ചെയ്തിട്ടുണ്ട്. വൈറ്റിൽ ഗോൾഡ് ഹാൻഡിലാണ് കബോർഡ്സിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെൻട്രൽ പോർഷനിലായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വൈറലായിട്ട് ചെയ്യുന്ന സിങ്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഫെസിലിറ്റികൾ ഈ ഒരു സിങ്കിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കാനും മറക്കരുതേ. ഇത് നമ്മൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ വീഡിയോസ് മറ്റു പലരിലേക്കും എത്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇനിയും നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ് നിങ്ങളുടെ സപ്പോർട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് 2 ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് റൈസ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൊരു പാത്രമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ നല്ല യൂസ്ഫുള്ളും ആണ് കേട്ടോ. ഇനി ഈ ഒരു കബോർഡ്സിന് മാച്ച് ആയിട്ട് വരുന്ന വൈറ്റ് ഫ്രിഡ്ജാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പും സ്റ്റൗവും എല്ലാം വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തിൽ ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ വിറകടുപ്പ് വന്നിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. വിറകടുപ്പ് വെച്ചിട്ടുള്ളതിനേക്കാളും ഒന്നുകൂടി സ്ലാബിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വെച്ചെടുത്തിട്ടോ. വുഡാനോബാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളതും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ്. വുഡ് ആൻഡ് ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൈക്ക ലാമിനേറ്റഡ് ആണ്. നേരത്തെ നമ്മൾ ഷോ കിച്ചൺ കണ്ടത് അക്രിലിക് ലാമിനേറ്റഡ് ആണ് കേട്ടോ. ഇവിടെ കട്ട്ലറി ബോക്സ് വരുന്നുണ്ട്. അതുപോലെ പ്ലേറ്റ് ട്രേ വരുന്നുണ്ട്. ടാൻഡം ബോക്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തൊക്കെ നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെതാ ഈ ഒരു ഭാഗത്താണ് സിങ്ക് വരുന്നത്. പിന്നെ ഡിഷ് വാഷറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്.
മിക്സിക്ക് വേണ്ടി പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റും വരുന്നുണ്ട്. ഇനി ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കിണർ വരുന്നത്. പിന്നെ ഇതാ ഇവിടെയാണ് അലക്ക് കല്ല് കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കല്ലാണ് കേട്ടോ. പിന്നെ പുറത്തേക്ക് ബാത്റൂമും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ വന്നിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്താണ് വാഷ് മെഷീന് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ലിക്വിഡും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന രീതിയിലും അതുപോലെ ഫുഡൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത് ലപ്പോത്ര ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ്. ഹാൻഡിൽ വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നല്ല ഭംഗിയിൽ തന്നെ 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് വരുന്നതൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ്. 2 തരത്തിലുള്ള സോഫ സെറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിലായിട്ടാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗം ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ബെഡ്റൂംസിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാസേജ് കൊടുത്തിട്ട് അതിനകത്ത് നിന്നാണ് 2 ഡോറ് വന്നിട്ടുള്ളത്. ഈ ഒരു പാസേജിലായിട്ടും താഴെ കൊടുത്തിട്ടുള്ള അതുപോലെ ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണിതും. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്. 2 സൈഡിലായിട്ടും സിംഗിൾ വിൻഡോസ് വന്നിട്ടുണ്ട്. അതുപോലെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ ഉപയോഗിച്ചാണ്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലേക്ക് ഗ്ലാസ് വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് വുഡിലും ഗ്ലാസ്സിലും ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ ടൈലാണ് ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് വോള് നല്ല ഭംഗിയിൽ തന്നെ ടെക്സ്ചർ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. കോട്ടിൻ്റെ 2 സൈഡിലും ഷെൽഫ് വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റൂമിൻ്റെ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു വലിയ വിൻഡോ ഉണ്ടല്ലോ, ഇതൊരു പാഷ്യോ ആണ്. ഗ്ലാസ്സിലും വുഡിലുമാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗം ഫിക്സ്ഡ് ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഫ്ലോറിൽ വുഡൻ ടൈപ്പ് ടൈലാണ് ചെയ്തിട്ടുള്ളത്.
നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സിലാണ് കേട്ടോ. ടഫൻ്റെ ഗ്ലാസ്സിലും GIയിലും ആണ്. അതുപോലെ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ടെറസിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് ഷീറ്റിലാണ് കേട്ടോ. താഴെ ഇതുപോലെ മാറ്റ് വുഡൻ ടൈലാണ്. അപ്പോൾ ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ നോക്കാം. ഇവിടെ വാർഡ്രോബ് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഗ്ലാസ് ഡോറാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. ഇനി ഇവിടെ ഒരു ബാൽക്കണി കൂടി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു TV യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാൽക്കണിയാണ്. ഇവിടെയും ഒരു സോഫ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റിംഗ് വർക്ക് വരുന്നുണ്ട്. അതിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.